നമ്മൾ ഈ പുരയില പറമ്പില കയറി നിറഞ്ഞ പള്ളിക്കാരെ നമ്മളെ ഈ നാട്ടിൽ നിർത്തൂല. നീ എഴുത്ത് കൊടുത്താലും കുഴപ്പമില്ല, ഓരുടെ കയ്യിൽ പിടി കൊടുക്കല, മനസ്സിലായി? കേണ്ടിരുന്നാ മതി, ആരും കാണില്ല. പോ. കരിയിലെല്ലാം കൊണ്ട് വാരി കൂട്ടിക്കോ, ബാക്കി പണി നാളെ ആകാം. ആ പശ കാറ്റിയത് മൂടിയിട്ടുണ്ടാ? ഇല്ല, പറഞ്ഞിട്ടിരിക്കുക. പോയി മൂടിയേക്കടാ. എന്താ അവിടെ? ആരാത്? എന്തോ ഒരു സാധനം അങ്ങോട്ട് ഉരുണ്ടുപോയി. ആ കരിയിലെ പിന്നിലുണ്ട്. പെരുന്നാളിന്റെ അന്ന് അന്യം കൊണ്ട് നമ്മൾ ഈ നാട്ടിൽ നിന്ന് പോവും. അതുവരേക്കും ആ ഹാജിയാർ അന്നക്കയറി പിടിക്കരുത്. അതിനൊരു ഭയമുണ്ട്. ആമിന, മുല്ലപ്പൂ മണികളെ ഒരുക്കോ, ഒന്നും വേണ്ടാന്ന് നമ്മൾ പറഞ്ഞു. ഓരോരുത്തരുടെ കണ്ണുകടി കൊണ്ടാ അന്നെ ഞമ്മക്കൊന്നും കെട്ടിപ്പിടിക്കാൻ പോലും കഴിയാഞ്ഞത്. ആമിന, അന്റെ കൽബും പടക്കുന്നുണ്ടല്ലേ? നമ്മളെ മുഴുവനായിട്ടും എനിക്ക് തന്നിക്കണ്. ഈ എന്താ ചെയ്തോ? പോയപ്പോ കേവി കയറി വന്നിക്കടാ. അതേടാ, നിന്റെ കെട്ടിയവനെ ചോദിച്ച് നമ്മളെ പുറത്ത് ഇറങ്ങി പോടി കേവി. എന്താടാ വിളിച്ചത്? എന്താടാ ഇവിടെ ഒരു ബഹളം? മേത്തൊരു കേവി കയറിയിരിക്കണ്. അത് തുണി എവിടെയാടാ? ഓള് വലിച്ചു കയറി നമ്മളെ ചെവി കടിച്ചു പറിച്ച്. ഞമ്മടെ പുരയില് ഞമ്മളോട് ചോദിക്കാണ്ട് ഏത് കേവിയാണ് കയറിയത്? ഞമ്മക്കൊന്നറിയാം. എന്താ നിന്റെ പേര്? നിന്റെ തിത്തയ്യും തകതയും ഒന്നും ഇരുന്തലക്കാരനോട് വേണ്ട, ഒഴിഞ്ഞു പോ. ഇല്ല, പോല. മര്യാദക്ക് ഇറങ്ങിപ്പോകുന്നോ അതോ അടിച്ചിറക്കണോ? ആ ചൂറിലൊക്കെ പിടിച്ച് വാങ്ങിട്ട് ഓനിക്കിട്ട് 4 കൊടുത്താലുക്കാ. ഓനക്കല്ല, ഓനെ കൊണ്ട് ഈ പണി ചെയ്യിക്കാൻ നമുക്ക് മൊയ്തുട്ടിക്കാ കൊടുക്കണത്. കള്ള ഹിമാറ് ഓളെ തല്ലോ. പിന്നെ മുത്തം കൊടുക്കാനാ? ഹലാക്കിന്റെ പണികൾ ഓരോന്ന് കാട്ടിക്കൂട്ടുമ്പോ ആലോചിക്കണാർന്ന്. വായ തുറക്കണ്ട, പിന്നെ നാട്ടാരുടെ തല്ലി ഞമ്മക്കാവും. നമ്മൾ പെരുന്നാൾ വരയ്ക്ക് ആ ഹാജിയാർ ഓളെ തൊടാണ്ടിരിക്കാൻ ഒരു ഭയ പറഞ്ഞു കൊടുത്തതല്ലേ? നമുക്ക് വയ്യത് കണ്ടോണ്ടിരിക്കുക. കത്തറുണ്ടാക്കിയിട്ട് കാര്യങ്ങൾ കുഴപ്പാക്കണ്ട. ഇവിടെ നിൽക്കണ്ട, ഓ ഇവിടെ നിന്നാ എനിക്ക് പിരാന്താവും. നമ്മുടെയൊക്കെ മയ്യത്തും. ഇങ്ങനെങ്കിലും ഒന്ന് പോയി പറയും കൊണ്ടുകൊണ്ടോ വേഗം. എന്താ പോയി കൊല്ലി? അനക്കായിട്ട് നമ്മൾ കഷ്ടപ്പെട്ടതൊക്കെ തുലക്കാനാണ് എന്റെ പുറപ്പാടെങ്കിൽ ഇജ്ജ് പോയി കൊല്ലി. ഈ കോപ്രാട്ടികൾ കണ്ടും കേട്ട് നിൽക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ല നമ്മൾ വായി മൂടി കെട്ടി നിൽക്കണത്.
ഈ കൊടുമ കണ്ടിട്ട് നമ്മളെ കൈയും തരിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ നമ്മളൊന്ന് കൈ നോക്കിയാൽ അതോടെ തീരാ പോണത് എന്റെ ആമിനാടെ കൂടെ ജീവിതമാ. പേപ്പട്ടിയെ തല്ലണ പോലെ തല്ലിയിട്ടും മയങ്ങി വീണിട്ടും ഓളെല്ലാം സഹിക്കണത് എന്റെ കൂടെ കൈവിടെന്നുള്ള പൂതി കൊണ്ടാ. അനക്കത് വേണമെങ്കിൽ പോ, തല്ല കൊല്ല എന്താ ചെയ്യ്, എന്ത് ഹലാക്കെങ്കിലും ചെയ്യും. ഇങ്ങനെ മൂങ്ങാമാതിരി കുത്തിയിരുന്നിട്ട് ഒരു കാര്യമില്ല. ഈ മൊഹബത്ത് എന്ന് പറഞ്ഞാല് നെല്ലിക്ക മാതിരിയാ, മധുരിക്കണ വരെ കഴിച്ചോണ്ടിരിക്കും. പെരുന്നാള് വരെ സഹിച്ചാ പോരെ, അത് കഴിഞ്ഞാൽ രണ്ടുപേർക്കും കൂടി സുബർക്ക പൂങ്കാവനത്തിൽ കഴിയാല. നാക്ക് തുള്ളയിൽ പതുക്കിട്ട് പടാക്കി മാറി. ഇത്ര നാള് വെള്ളാട്ട പോക്കർന്ന് പറഞ്ഞ് ഈ ബലാല നാട്ടാരെ മുഴുവൻ പറ്റിച്ചിരുന്നാലേ ഒക്കെ ഇവന്റെ കയ്യാങ്കലായിരുന്നു. രാത്രിയിൽ ഈ നിൽക്കുന്ന ആയമ്മന്റെ കൂടെ സേവ കൂടെ നമ്പൂരിശം പോണത് ആരും കാണാണ്ടിരിക്കാൻ പറ്റിച്ച പണിയാ. ഒന്നല്ല മൂന്നാളായി പോക്കര്. ഒന്ന് മറയുമ്പോ മറ്റവൻ വരും, മറ്റവൻ മറയുമ്പോ മൂന്നാമത്തവൻ വരും. അതുകൊണ്ടല്ലേ നാട്ടുകാർ ജില്ലെന്ന് നനച്ചേ. മൊയ്തുട്ടിയാചാരെ കാര്യസ്ഥൻ ചാപ്പുണ്യാരെ വീടരല്ലേ ഈ പെണ്ണ്? അത് തന്നെ, എല്ലാത്തിനും ഈ രാത്രി തന്നെ നാട്ടുകാരെ വിളിച്ചുകൂട്ടി കാട്ടിക്കൊള്ളണം. ഒരു തല്ലേ കൊല്ലേ എന്താണെന്ന് വെച്ച് ചെയ്യട്ടെ. അയ്യോ ചതിക്കല്ലേ ഹാജിയാരെ, ഈയുടെ പഞ്ചാര വാക്കും മന്ത്രവും കണ്ട് പറ്റിപ്പോയൊരബദ്ധം. പുറത്തറിഞ്ഞ തൂങ്ങിച്ചാവും, അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. നിങ്ങൾ പറയണ എന്ത് വേണമെങ്കിലും ചെയ്യാം, നാട്ടുകാരെ വിളിച്ചുകൂട്ടി നാട്ടിക്കരുത്. അയ്യോ വള്ളക്കിട്ടോട്ടും 7 ദിവസം ഈ പന്നിന്റെ മോറ് കണ്ട് നമ്മൾ പനിച്ചു കിടന്നേ. ഉപ്പ് തിന്നും വെള്ളം കുടിച്ചു തന്നെ ആവണം. വിളി നാട്ടാരെ ഒന്നും വേണ്ടെന്ന് നിങ്ങൾ വരി, നമ്മൾ പറയാ എന്താ വേണ്ടതെന്ന്. എന്താ ഈ ഇമാറ് പൊന്നിന്റെ മുട്ടയിടുന്ന താറാവാണ്. ഒറ്റപെട്ടിന് കൊല്ലണത് ബുദ്ധിയല്ല. എന്താണ് മൊയിലേറെ പോലും ഇപ്പം നമ്മൾ പറയണത് ഇരുന്തലക്കാടൻ തട്ടൂല, ഇരുന്തലക്കാടൻ പറയണത് മൊയ്തുട്ടിയാജിയും തട്ടൂല. അപ്പൊ നമ്മക്ക് വേണ്ടത് ഇവനെ കൊണ്ട് മൊയ്തുട്ടീനോട് പറഞ്ഞ് ചെയ്യിപ്പിക്കണതല്ലേ അതിന്റെ ഒരു ബുദ്ധി.